One among the junior-most clubs in District 318B, Lions Club of Mananam has a membership strength of 20, sponsored by Lions Club of Athiramura, Priyadarshini Hills. This club was chartered on 26/11/2017. This club has executed effective projects and is one of the best clubs of Lions District 318B. Now, I would like to invite the following line leaders to be seated on the dais. It's my pleasure to invite our enthusiastic treasurer, Lion Shaji Joseph, on the dais. I request our secretary, Lion N.S. Venugopal, who has a major role in the functioning of our club, to be seated on the dais. Now, let me invite the happiest person of the day, a line leader who lead our club in a positive way. I request our president, Lion Juby Joseph, to be seated on the dais. Now the great moment has come. We are immensely happy to invite the icon of the day, a cheerful personality, a patron of Mananam Lions Club, who hails from the Lions Club of Chittor. We proudly invite Honorable District Governor of 318B, MJF, Lion Dr. C.P. Jaykumar, to be seated as the installation officer, who will be escorted by Lioness Nancy Jones. Thank you, and over to Chairman for the proceedings. Flag salutation by Lion Banaja. Flag salutation. We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us will shoulder one's responsibility of a good citizen. Its history written in letters of gold inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its goals shall be our cause, and each individual among us shall make genuine efforts to add to its lustre and glory and make it fly proudly aloft in the comity of nations. Jai Hind. Mananam Lions Club
members, നമ്മുടെ ഇൻവിറ്റേഷൻ അനുസരിച്ചെത്തിയിരിക്കുന്ന നമ്മുടെ നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ള മെമ്പേഴ്സെത്തിയിട്ടുണ്ട്. അവർ 2017-ലാണ് മാന്നാനം ലയൺസ് ക്ലബ്ബ് സ്ഥാപിതമാവുന്നത്. അന്ന് 20 മെമ്പേഴ്സുമായി തുടങ്ങിയ ലയൺസ് ക്ലബ്ബ് ഇപ്പോൾ അതിൻ്റെ ബാലാരിഷ്ടമൊക്കെ പിന്തുടർ നല്ല രീതിയിലേക്ക് മുന്നേറുകയാണ്. ആ ക്ലബിൻ്റെ ആരംഭകാലത്ത് ഫസ്റ്റ് പ്രസിഡന്റായി ഇരിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിനുശേഷം നിലവിലുള്ള പ്രസിഡന്റ് ജൂബി അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇപ്പോൾ അതിൻ്റെ ബാലാരിഷ്ടമൊക്കെ വന്ന് മാന്നാനം ലയൺസ് ക്ലബ്ബ് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടും എല്ലാവിധ ആശംസകളോടും കൂടി ഡോക്ടർ CK ജയകുമാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ നിലവിലെ പ്രസിഡന്റ് ജൂബിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജൂബിയാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റായി കടന്നു വന്നത്. കാലാവധി കൂടുതൽ കാലം അദ്ദേഹം സാധാരണ 1 വർഷമാണെങ്കിലും 1.5 വർഷത്തോളം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് മാന്നാനം ലയൺസ് ക്ലബ്ബ് ഇപ്പോൾ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹം നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും ശ്ലാഘിക്കുന്നതോടൊപ്പം അദ്ദേഹം ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരമായി നമ്മുടെ ലയൺസ് ഉന്നതങ്ങളിലേക്ക് പോയി കേട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലയൺ UB ജോസഫിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ സെക്രട്ടറി വേണുഗോപാൽ, നമ്മൾ വേണു എന്ന് വിളിക്കുന്ന വേണുഗോപാൽ, അദ്ദേഹത്തെ പറ്റി നമ്മൾ എല്ലാവർക്കും നന്നായി അറിയാം. നമ്മുടെ നാട്ടിൽ ആദ്യമായി CAയുടെ ഇന്റർ പാസ്സായ ഒരു വ്യക്തിയാണ് ശ്രീ വേണുഗോപാൽ. അദ്ദേഹം എനിക്ക് ഇപ്പോൾ 65 വയസ്സോളമുണ്ട്. അദ്ദേഹത്തിന് CA ഇന്റർ പാസ്സായി അതിനുശേഷമാണ് ജോലി സംബന്ധമായി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് സാധനം 1 വർഷം മുമ്പാണ് അദ്ദേഹം 2 വർഷം മുമ്പാണ് തോന്നുന്നു ജോലിയിൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ സ്വസ്ഥ ജീവിതം നയിക്കുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാണിച്ച ആ നൈപുണ്യം നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. കാരണം 2 ടേണിലും അദ്ദേഹം തന്നെയായിരുന്നു നമ്മുടെ സെക്രട്ടറി. അടുത്തതായി നമ്മുടെ ട്രഷറർ ഷാജിയെ പറ്റി പറഞ്ഞാൽ നമ്മുടെ ക്ലബിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. കാരണം എന്താവശ്യമുണ്ടെങ്കിലും ഷാജി നമുക്ക് ആവശ്യമുണ്ട്, ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ എന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ സംഗതി റെഡിയാണ്. അപ്പം എല്ലായ്പ്പോഴും ഷാജി ഒരു മുതൽക്കോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഷാജി നമ്മുടെ ട്രഷററായിട്ട് തുടരുകയാണ്. അതുകൊണ്ട് ഷാജിക്ക് മാന്നാനം ക്ലബിൻ്റെ പേരുള്ള ലയൺസ് ക്ലബിൻ്റെ പേരുള്ള ഹാർദവമായ സ്വാഗതം. അടുത്തതായി സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ പുതിയ ക്ലബ് പ്രസിഡന്റായി അവതരിക്കപ്പെടുന്ന ശ്രീ ജോസാണ്. നമ്മുടെ ജോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനും വളരെ എളിയ നിലയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ അധിപനുമായ TL ജോസിനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ആൻസിയെ ജില്ലാ ട്രഷറി ഓഫീസറായി കയറിയത് ഉന്നത സ്ഥാനം അനുവദിച്ച വ്യക്തിയാണ്. ആൻസിയെയും ജോസിനെയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ സെക്രട്ടറിയായിട്ട് വരുന്ന ഷാജിക്കുട്ടനെയും ഷാജിക്കുട്ടൻ എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞു പോയത്. ഷാജിയെയും അദ്ദേഹം ഒരു നല്ല അദ്ദേഹവും നമ്മുടെ ജോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ എളിയ നിലയിൽ ആരംഭിച്ച് ഇവിടെ കുഴപ്പമുള്ളൊരു നല്ലൊരു വ്യാപാര സ്ഥാപനം നടത്തുന്നു. ഷാജിയെയും ഈ യോഗത്തിലേക്ക് ഷാജിയുടെ കുടുംബാംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുധാകരൻ നായർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ അഗ്രഗണ്യനായി അറിയപ്പെടുന്ന സുധാകരൻ നായരെ ജോർജ് ജോസഫാണ്. ജോർജ് ജോസഫ്
പലർക്കും സൗകര്യം നൽകാൻ തോന്നുന്നു. അദ്ദേഹം 19 വർഷത്തോളം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തതിനു ശേഷം ഒരു വിശ്രമജീവിതം നയിക്കുന്നു. ഷാപ്പിയൻസിന്റെ അടുത്താണ് താമസിക്കുന്നത്. ഇതായി സ്ഥാപനം ചെയ്യുന്നത് റെജിയാണ്. റെജിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനാനത്തിന്റെ മുഖച്ഛായ മാറിയ ഗുരുകൃപ എന്ന സ്ഥാപനത്തിന്റെ ഉടമയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലുണ്ട്. അങ്ങനെ പല സ്ഥാപനങ്ങളും നടത്തി വിദേശത്ത് ജോലി ചെയ്തിരുന്ന, ഇപ്പോഴും വിദേശത്ത് നിരന്തരം ജോലി ആളുകളെ റിപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഒരു വിദേശ ബന്ധം നിലനിർത്തുകയും സാമൂഹ്യ രംഗങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന റെജിയെ നിങ്ങളുടെ ഓർത്തരം പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ലയൺസ് വർഷത്തെ മാന്നാനം ലയൺസ് ക്ലബിൻ്റെ വാർഷിക റിപ്പോർട്ട് ഒന്ന് വായിക്കുകയാണ്. ലയൺസ് 2019-2020 ആനുവൽ റിപ്പോർട്ട്. മാന്നാനം ലയൺസ് ക്ലബിൻ്റെ 2019-20 ലയൺസ് വർഷത്തിൻ്റെ പ്രവർത്തന സമാരംഭം 13/7/2019 കോട്ട് ജോയ്സിന് വെച്ച് നടന്ന ഇൻസ്റ്റലേഷൻ ചടങ്ങിൽ സമാരംഭിച്ചു. ക്ലബ്ബ് നടത്തിയ പ്രധാന പ്രോജക്റ്റുകളുടെ ലഘു വിവരണങ്ങളാണ്. 1. ഇൻസ്റ്റലേഷൻ വേദിയിൽ വെച്ച് തന്നെ ക്യാൻസർ രോഗിയായ ശ്രീ സുകുമാരനും വൃക്ക രോഗിയായ ശ്രീ ജോണിക്കുട്ടിക്കും 5000 രൂപ വെച്ച് ധനസഹായം നൽകുകയുണ്ടായി. 2. മാന്നാനം സെൻറ് ജോസഫ് UP സ്കൂളിൽ ഹരിത കേരള മിഷൻ്റെ ഭാഗമായി 450 വൃക്ഷത്തൈകൾ നടുവാൻ കുട്ടികളെ ഏൽപ്പിച്ചു. അതേ സ്കൂളിലെ പെൺകുട്ടികൾക്ക് സൈക്കിൾ പഠിക്കുവാൻ വേണ്ടി ഒരു സൈക്കിളും സംഭാവന കൊടുത്തു. 3. 15/9/19 തിരുവോണത്തിനോട് അനുബന്ധിച്ച് കുടുംബ സംഗമവും കുട്ടികളുടെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന ഓണസദ്യയിൽ എല്ലാ മെമ്പർമാരും കുടുംബസമേതം പങ്കെടുത്തു. 4. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് അതിരമ്പുഴ പീരീഡ് സെന്ററിൽ ക്ലബ് അംഗങ്ങൾ ശുചീകരണം നടത്തുകയുണ്ടായി. 5. ജനുവരി മാസം 12-ാം തീയതി കുമരകത്ത് ഹൗസ് ബോട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്രിസ്മസ് ആഘോഷവും CP ജയകുമാറും സെക്രട്ടറി പ്രിൻസ് ഖാലിയായും പങ്കെടുത്തു. കേക്ക് മുറിച്ച് കുടുംബ അംഗങ്ങളോടുകൂടി ആഘോഷം. 6. ക്ലബിന്റെ വകയായി മുതിയോർക്കര LP സ്കൂളിൽ 4 സീമും കാര്യങ്ങളും സംഭാവന നൽകി. 7. കോവിഡ് പ്രതിരോധത്തോടനുബന്ധിച്ച് ഓൺലൈൻ ക്ലാസുകളിൽ പ്രവേശിക്കുവാൻ വേണ്ടി മുതിയോർക്കര LP സ്കൂളിലെ കുമാരി ദർശന സുരേഷിനും സെയിന്റ് എഫ്രൈംസ് സ്കൂളിലെ കുമാരി കൃഷ്ണമൂർത്തി ഓരോ സ്മാർട്ട് ടിവികൾ സമ്മാനമായി വിതരണം ചെയ്തു. 8. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി അതിരമ്പുഴ പീരീഡ് സെന്ററിൽ സാനിറ്റൈസർ വിത്ത് സ്റ്റാൻഡും അംഗങ്ങൾക്ക് ഫേസ് മാസ്കും വിതരണം ചെയ്തു. Good evening to all. First speaker, our installation officer, District Governor MJ Clients, Dr. CP Jayakumar. Secretary, Client NS Vedagopal. Treasurer, Client Shaji Joseph. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന 3 വ്യക്തികൾ, അവരുടെ പേരെടുത്ത് പോയി എല്ലാവർക്കും. നിയുക്ത പ്രസിഡന്റ് ക്ലയന്റ് TL ജോസ്, സെക്രട്ടറി ഷാജി ജോസഫ് കല്ലോട്ടാങ്കുഴി, അഡ്മിനിസ്ട്രേറ്റർ ക്ലയന്റ് 2, മിഡിൽ പാസ് പ്രസിഡന്റ് ക്ലയന്റ് ഡാനിസ് ജോർജ്, മറ്റു പ്രിയപ്പെട്ട അംഗങ്ങളെ, ക്ലയൻസ് കുടുംബാംഗങ്ങളെ, ക്ലയൻസ് യൂസ് മറ്റു എല്ലാ അംഗങ്ങളെയും സ്നേഹപൂർവ്വം. നമുക്കറിയാം, സ്വാഗത പ്രാസംഗികരുടെ സൂചിപ്പിച്ചതുപോലെ മാന്നാനം ലയൺസ് ക്ലബ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് 3 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ ഈ അവസരത്തിൽ ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട CP കുറച്ച് ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം സമയം ഇവിടെ ക്ഷമിച്ചും സഹിച്ചും ഇരുന്നു. പ്രത്യേകം
നിങ്ങളെ അതിൻ്റെ ഒരു ഡിലേ ആയതിൻ്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കാം ഈ അവസരത്തിൽ. നമുക്കറിയാം, കഴിഞ്ഞ മൊത്തത്തിൽ നോക്കുമ്പോൾ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ അവലോകനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനമാണ് റിപ്പോർട്ട് എന്നൊരു വേണ പ്രിയപ്പെട്ട സെക്രട്ടറി ഇവിടെ അവതരിപ്പിച്ചത്. ഈ അവസരത്തിൽ ക്ലബിന്റെ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട അംഗങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനങ്ങളോടെ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ സ്വയം തന്നെ വിലയിരുത്തുക മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഞങ്ങളുടെ ഈ ഒരു വർഷ കാലാവധിയോട് ചെയ്തിട്ടുകൊണ്ട് പുതിയ ആളുകൾക്ക് ചാർജ് കൊടുക്കുന്ന ഒരു സമയം അത്തരം ഒരു മീറ്റിംഗ് അവിടെ നടക്കുക. എനിക്ക് നന്ദിയുടെ വാക്കുകൾ മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. നല്ല രീതിയിൽ ഇത് ചെയ്യാം. മറ്റ് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും ഒപ്പം പല പ്രോജക്റ്റുകൾക്കും എന്നോടൊപ്പം നിന്നുകൊണ്ട് വരുവാൻ അദ്ദേഹം മുതിർന്നിട്ടുണ്ട്. പ്രത്യേകമായ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു നന്ദിയോടെ. മറ്റു ഭാരവാഹികളായിട്ടുള്ള ലൈൻ ടോം പല കാര്യങ്ങളും പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. ലൈൻ ജേക്കബ്, ലൈൻ അലോഷ്യസ് ആന്റണി, ലൈൻ ഷിജോ, ലൈൻ വിൽസൺ, പുതിയ അംഗങ്ങളായി വന്നിരിക്കുന്ന ലൈൻ ജോഷി, ഫെലിക്സ്, ലൈൻ ഫെലിക്സ്, മറ്റ് എല്ലാ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർത്തുകൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ചാർജ് എടുക്കുന്ന ലൈൻ ടി.എൽ. ജോസിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മൾ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താതെ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകും. എല്ലാവിധ ജയങ്ങളും അദ്ദേഹത്തിന് ആശംസിക്കുന്നു. ഒപ്പം എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇടവരുത്തട്ടെ. എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കുകൾ നന്ദി പ്രകാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രോജക്റ്റ് ഇനാഗ്രേഷനാണ് നടക്കുന്നത്. നമ്മുടെ മാതാന സ്വദേശത്തുള്ള മിസ്സസ് സുധർമ്മ ദാസ് എന്ന വ്യക്തിക്കാണ് നമ്മൾ സാമ്പത്തിക സഹായം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം ദാസിനെ ക്ഷണിച്ചു കൊള്ളുന്നു. നമ്മുടെ മാതാന സ്വദേശത്തുള്ള
സ്മൃതി ബിനു കഴിഞ്ഞ SSLC എക്സാമിനേഷനും ഫുൾ A+ കൂടി വിജയിച്ച ഒരു കുട്ടിയാണ്. അദ്ദേഹം പേരൻസിനോടൊപ്പം എഴുതിയിട്ടുണ്ട്. സാധാരണ ഇത്രയും മാർക്കോടുകൂടി ജയിക്കാൻ സാധിച്ച കുട്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം മോളെ ആദരിക്കുക. അടുത്തതായിട്ട് നമ്മുടെ മാതാനം സ്വദേശത്തുള്ള CP പ്രസന്നൻ കഴിഞ്ഞ സൺഡേ സപ്ലിമെന്റിൽ അദ്ദേഹത്തെക്കുറിച്ച് മലയാള മനോരമ നല്ല സുദീർഘമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അൾട്രാ മാരത്തോൺ റണ്ണർ എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തി ആർജിച്ചു. അദ്ദേഹം ഒരു റോളർ സ്കേറ്റിംഗ് അധ്യാപകനായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും Lion Dr. C.P. Jayakumar, born in 1965 at Kovur near Shastamkota. After his school and college education, took a BA/MS degree from Government Ayurveda College, Trivandrum in 1987. He practiced in various hospitals in Kollam and Pathanamthitta districts. At present, he is the Chief Medical Officer and Managing Director of his own hospital, Karunya Medical Center, Panchakarma Hospital at Rani, which he started in the year 1989. MJF Lion Dr. C.P. Jayakumar joined Lionism as a charter member, Lions Club of Chitta, in the year 2004. In the club level, he held in the post of Secretary, President, and MCC. Based on his performance in the club level, he was appointed in the district cabinet and served as zone membership chairperson, zone chairperson, region chairperson, and district cabinet treasurer. MJF Lion Dr. C.P. Jayakumar is associated with many other social and cultural activities. He is happily married to Rajashree and the couple is blessed with one daughter, Devadatta, who is a medical student. In the year 2018, Lion C.P. Jayakumar got elected as the second VDG, and in the Lionistic year 2020-21, he became the district governor of the district 318B. We wish him good health and success in all future ventures. Thank you. Respected presiding officer of this meeting, Club President of Lions Club of Mananam, my good friend Lion Juby Joseph, Secretary Lion N.S. Vedugopal, Treasurer Lion Shaji Joseph, the incoming President of Lions Club of Mananam, Lion T.L. Jose, Secretary Shaji Joseph, Treasurer Lion Shaji Joseph, and Administrator Lion Tom Sebastian, and all other dignitaries of the Lions, my dear Lions, Lioness, Leos, Cubs, and immediate guest. First of all, a big thanks to Lion Juby Joseph for inviting me this auspicious function. And also my sincere thanks to Lion Denna Joseph for introducing me with nice words. ഒത്തിരി താമസിച്ചു. ആദ്യമായി നിങ്ങളുടെ ക്ഷമാപണം പറയുക. മാതാനം ക്ലബ് എൻ്റെ ക്ലബ്ബ് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം ഞാൻ സെക്കൻഡ് വീട്ടിലെ സമയത്താണ് അല്ലേ നമ്മുടെ ചാർട്ടർ 2017 ഇതിന്റെ രൂപീകരണം മുതൽ ഇതിന്റെ ചാർട്ടർ ഡേ ജൂലൈ മാസം 4-ാം തീയതി 2017 നടത്തുന്ന ആ നല്ല മുഹൂർത്തത്തിലും അതിനുശേഷം പല മീറ്റിങ്ങുകളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറക്കാനാക്കാത്തൊരു അനുഭവമായിരുന്നു കഴിഞ്ഞ എൻ്റെ ഫസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ വിസിറ്റായിട്ട് നമ്മുടെ കുമരകത്ത് നല്ലൊരു ബോട്ടിംഗ് ഇത് രസകരമായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും അതേപോലെ തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബായി മാറുവാൻ ലയൺസ് ക്ലബ് ഓഫ് മാനാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയുകയാണ്,
കഴിഞ്ഞ കുറേ നാളായിട്ട് കോവിഡിന് ശേഷം ഞാൻ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ലൈവായിട്ടുണ്ട്, വിർച്വലായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ലൈവായിട്ട് ഒത്തിരി ഞാൻ എൻ്റെ 4ാമത്തെ ക്ലബ് വിസിറ്റാണ്. പക്ഷെ ഇത്രയും ഫാമിലി ആയിട്ട് കൂടിയിരുന്ന് ഇത്രയും ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഈ ഡയനസ്റ്റിക്കറിൽ ആദ്യമായിട്ടാണ് അതിന് നിങ്ങളെ ഞാൻ മുക്തകണ്ഠം വെക്കുന്നത്. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഏകദേശം 160 രൂപ വില വരുന്ന ഏറ്റവും നല്ല ഷീൽഡുകൾ ഞാൻ ഇടപെട്ട് നമ്മളുടെ ഒരു യൂണിറ്റുമായിട്ട് ഇടപെട്ടിട്ട് നമ്മുടെ ഒരു ലയൺസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആൾ തുടങ്ങി വെച്ചാൽ അവർ 50 രൂപയ്ക്ക് നമുക്ക് നൽകാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു ലാഭവും വേണ്ട. ഇങ്ങനെയുള്ള കാര്യത്തിനാണെങ്കിൽ, ഇങ്ങനെയുള്ള ഇവരെ സഹായിക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പിന്നെ നേഴ്സിംഗ് സ്റ്റാഫുകൾക്ക് വേണ്ടിയാണ്, ഡോക്ടേഴ്സിന് വേണ്ടിയാണ് എങ്കിൽ എനിക്ക് 1 രൂപ പോലും ലാഭം വേണ്ട, ഡോക്ടർ ഞാൻ 50 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. മുമ്പിലേക്ക് വെക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ പ്രോജക്റ്റുകളായിട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് കോവിഡ് കെയർ ആണ്. രണ്ടാമതായിട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസുലിൻ മെഡിക്കാർഡ് എന്നൊരു പ്രോജക്റ്റാണ്. നമുക്കറിയാം ഇന്ന് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഡയബറ്റിസ് എന്ന് പറഞ്ഞ രോഗമാണ്. ക്യാൻസറോ ഹൃദ്രോഗമോ ഒന്നുമല്ല. മരണകാരണമായിട്ട് ഏറ്റവും കൂടുതൽ മാറിയിരിക്കുന്നത് ഇപ്പോൾ കോവിഡ് വന്നിട്ട് പോലും ആൾക്കാർ പലരും മരിക്കുന്നുവെങ്കിൽ അത് കോവിഡ് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഇങ്ങനെയുള്ള രോഗമുള്ളത് കൊണ്ടാണ്. പ്രമേഹ രോഗവും ഹൃദ്രോഗവും അല്ലെങ്കിൽ പിന്നെ രക്തസമ്മർദ്ദം പോലെയുള്ള വൃക്കരോഗങ്ങൾ പോലെയുള്ള രോഗങ്ങളുടെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവസ്ഥർക്കാണ് ഏറ്റവും കൂടുതൽ മരണകാരണങ്ങളായി മാറുന്നത്. വേണുഗോപാൽ sir, how these lines to be installed, be erected properly? Thank you, sir. Now, Kuriakos KC, Felix George and Wilson Kollapalli, you have been elected to serve as the directors, the board of directors, ക്ലബിന്റെ ഡയറക്ട് ബോർഡിലെ അംഗങ്ങളായിട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. Joseph, you have been elected to serve as the immediate past president. അടുത്തുള്ള പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം പ്രൊഡ്യൂസർ ആകരുത്. എല്ലാവർക്കും അങ്ങനെ സ്വഭാവമുണ്ട്. ഞാനാണ് ഏറ്റവും വലുത്, ഞാനായിരുന്നു എല്ലാം നല്ലവണ്ണം ചെയ്ത്, ഇനി വരുന്നവർക്കൊക്കെ എന്തറിയാം. ഞാൻ ഇന്നൊരു ചില ചിന്താഗതികൾ നമ്മുടെ പ്രസിഡന്റുമാർക്ക് ഉണ്ടാകാറുണ്ട്. അവിടെയാണ് ക്ലബിൽ പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാലും ജൂയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുക മാത്രമല്ല, ഈ വർഷം നിങ്ങൾ എങ്ങനെ നിന്നോ അതുപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കുകയും ഈ ടീമിനോടൊപ്പം ഈ ക്ലബിന്റെ മുന്നോട്ടുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഒരുമിച്ച് സഹായിക്കാമെന്ന് പ്രെഡ് ചെയ്യാമല്ലോ. കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പണ്ടെന്ന് പറയാൻ വലുതായി കൊടുക്കുന്ന ഇടതുകൈ അറിയുന്നതൊക്കെ പറയാറ്. പക്ഷെ അങ്ങനൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയും അതിലെ ഒരുപറ്റം നല്ല മനസ്സുള്ള ആൾക്കാരെ നമുക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, അത് വരേണ്ടവർക്കും ഞാൻ പറയുന്നില്ല, സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന സഹായിക്കാൻ കഴിയുന്ന നല്ല മനസ്സുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്തി അവരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നമ്മൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ MJF ആകുന്നുണ്ട്, ചില ആൾക്കാർ MJF ആകാറുണ്ട്, നമ്മൾ കോൺട്രിബ്യൂട്ട് ഇതെല്ലാത്തിൻ്റെ LCF ആക്കും. തിരിച്ച് നമുക്ക് എന്തെങ്കിലും കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കോവിഡ് വന്നപ്പോൾ ഏകദേശം $10,000 സാമ്പത്തിക സഹായം ഇങ്ങോട്ട് ഗ്രാൻഡായിട്ട് ലഭിച്ചു. ഇപ്പം വെള്ളപ്പൊക്കം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ എനിക്ക് $10,000 ഇങ്ങോട്ട് ലഭിച്ചു. കമ്മിറ്റി ചെയർപേഴ്സൺ ഞങ്ങൾ സൂചിപ്പിച്ചു. മാർക്കറ്റിംഗ് പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം. ഏത് പ്രസ്ഥാനത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് മെമ്പർഷിപ്പ്. അത് ഇന്ത്യയിൽ സമയം കിടക്കല്ലേ, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് പുതിയ അംഗങ്ങളെ കണ്ടെത്തി അവരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം ഉള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ചുരുക്കമാണ്. വലിയ പെർഫോം വൈസ് പ്രസിഡന്റ് ഓഫ് ലയൺസ് ഓഫ് മാന്നാനം പ്രസിഡന്റ് അഭാവത്തിൽ ഈ ക്ലബിനെ മുന്നോട്ട് നയിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ നിശ്ചിതമാണ്. ഉത്തരവാദിത്തം ചെയ്യുന്ന വ്യക്തിത്വമാണെന്ന് എനിക്കറിയാം. അപ്പോൾ വലിയ പെർഫോം കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ കണ്ടന്റ് നടന്ന വ്യക്തിയാണ്. പക്ഷെ റിപ്പോർട്ടിംഗ് ഇസ് മസ്റ്റ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റുകളും കറക്റ്റായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇന്നത്തെ ഞാൻ അടുത്ത ബോർഡിനോട് ഞാൻ പറയാൻ പാട്ടുള്ള കാര്യങ്ങൾ അന്നേരം എന്നെ കുറ്റം പറയരുത്. റിപ്പോർട്ടിംഗ് കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ഇന്റർനാഷണലിലേക്കും ലിസ്റ്റിലേക്കും ഉള്ള കാര്യങ്ങൾ മസ്റ്റാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നിങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറിയൊക്കെ മറ്റുള്ള വൈസ് പ്രസിഡന്റുമാരെല്ലാം ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ എല്ലാ അനുവാദം കൂടിയിട്ട് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഈ വർഷം ഇത് ചെയ്യണം, ലയൺസ് ക്ലബ് ഓഫ് മാന്നാനം ഈ വർഷം എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റി മുൻകൂട്ടി നമ്മളൊരു ഡിസിഷൻ ഉണ്ടാക്കി വെക്കണം. I hand over this gavel. The symptom of love and affection. നമുക്കറിയാം ഇതിനകത്ത് ഒരു കർക്കശമാണ്, കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അടിക്കുന്ന സാധനമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നിറച്ചു വെച്ചിരിക്കുന്നത് ലയൺസ് ക്ലബ് ഓഫ് മാന്നാനത്തെ ക്ലബ് അംഗങ്ങളുടെ സ്നേഹവും സൗഹാർദ്ദവും. ഒരിക്കലും നമ്മൾ മിസ്യൂസ് ചെയ്യും. പ്ലീസ് യൂസ് ജുഡീഷ്യസ്ലി. വളരെ വ്യക്തമാണ്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടിങ് അടിച്ചിട്ട് വേണം മീറ്റിംഗ് കാൾ ടു ഓർഡർ. അതേപോലെ തന്നെ ഒന്ന് അടിച്ചിട്ട് വേണം മീറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അത്യാവശ്യം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. Now I hand over. നമ്മുടെ DG സാറ്, അതുപോലെ തന്നെ നമ്മുടെ മുൻ പ്രസിഡന്റ് വേണ്ടി പറയാം, നമ്മുടെ രൂപി, അതുപോലെ തന്നെ മുൻ ഭരണസമിതിയിലെ അംഗങ്ങളെ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ലയൺ മെമ്പേഴ്സിന് ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം പറയുന്നു. ഈ സായം സന്ധ്യ എന്ന് പറയാൻ പറ്റിയ ലേശം കഴിഞ്ഞു. എല്ലാവർക്കും ഇവിടെ ഒന്നിച്ചു കൂടാൻ സാധിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. നമ്മുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എല്ലാവരെയും പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു. വോയിസ് മെയിൽ ഇടുന്ന കൂടാതെ ഓരോരുത്തരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഓരോ ആൾക്കാരെയും വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന അതിന് പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാം വന്നത് എന്നോടുള്ള സ്നേഹത്തെയും ഞാനത് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിലുമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനൊരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ജീവിതത്തിലെ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസങ്ങളിൽ ഒന്നാണിത്. എനിക്കിതിന് എന്നോട് തന്നെ ബഹുമാനം തോന്നുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. കാരണം ഇതുവരെ പ്രത്യേകിച്ച് വലിയ ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് മാന്നാനം ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ആകുക എന്നൊക്കെ പറയുമ്പോൾ അതിന് വളരെ സന്തോഷമാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ വർഷം ഞാൻ കഴിഞ്ഞാൽ എല്ലാവരും ഓരോ വർഷവും ഓരോരുത്തരും സ്ഥാനത്തേക്ക് വരുന്നതിന് പ്രത്യേക സുഖമുണ്ട്. അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. എന്നത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഈ സ്ഥാനത്ത് വരണം. എനിക്ക് എൻ്റെ സുഖവുമുണ്ട്, ദുഃഖവുമുണ്ട്. സുഖം പറയുകയാണെങ്കിൽ എനിക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പറുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ, ഇതിനു മുമ്പ് ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം എന്നാണ് വിശേഷങ്ങൾ കയറുന്നില്ലല്ലോ എന്ന് പറയുന്നത്, അവരവിടെ നിന്ന് ഒരു ചെറിയൊരു സ്മോളിംഗ് നടത്തിയായിരുന്നു. അവരുടെ സീറ്റ് എനിക്ക് തന്നെ വെച്ചിട്ട് ഒരു മാറി നിന്ന് എനിക്ക് തന്നു. അതാണ് ഇതിൽ വില. ഒരു ലയൺസ് ക്ലബ് പ്രസിഡന്റ് ചെന്നപ്പോൾ തന്നെ സീറ്റിൽ എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാണെങ്കിൽ മാന്നാനം ലയൺസ് ക്ലബ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കും സാറേ എന്ന് പറയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതുപോലത്തെ വിലയാണ് ഇപ്പോൾ മാന്നാനം ലയൺസ് ക്ലബിന്റെ എല്ലാത്തിനും അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കുള്ളത്. പിന്നെ ഇതിനകത്ത് ഇതായിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. എനിക്കറിയാം, ഇപ്പൊ ഇവിടുത്തെ ആണെങ്കിൽ ഒരു മെനു തയ്യാറാക്കുമ്പോൾ തന്നെ ഓരോരുത്തർ 20 പേര് 20 ഐറ്റങ്ങൾ എന്നോട് പറയുന്നത്. പലർക്കും ഓരോ ഐറ്റങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റങ്ങൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഒരുവിധമൊക്കെ അടുത്ത് ഒപ്പിച്ചൊന്നും കൊടുക്കാനേ പറ്റില്ല. എല്ലാവരും 20 ഐറ്റം നമുക്ക് വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ലയൺസ് ക്ലബിലെ അംഗങ്ങളുടെ മക്കളെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനായിട്ട് ലിയോ ഡെന്ന ജേക്കബിനെ ക്ഷണിക്കുന്നു. MBBS വിത്ത് ഹയസ്റ്റ് സ്കോറോടുകൂടി അദ്ദേഹം പാസ്സായി. അവരെ ഉപകാരം സ്വീകരിക്കുന്നു. അടുത്തത് ആനി ടോണി, നമ്മുടെ ലയൺ അലോഷ്യസ് ആൻ്റണിയുടെ ഡോട്ടറിലാണ്. MBBS വിത്ത് ഹൈ സ്കോറോടുകൂടി പാസ് ഔട്ടായി. അവരെ ഉപകാരം സ്വീകരിക്കുന്ന ക്ഷണിക്കുന്നു. ഹെന്ന മരിയ, ഇവിടെ ലൈൻ സണ്ണിച്ചേട്ടൻ്റെ മോളാണ്. +2 ഹയസ്റ്റ് സ്കോർ, എനിക്ക് തോന്നുന്നത് 98% മാർക്കോട് ജയിച്ചു. അടുത്തത് ലിയോ അമിയ ആൻസൺ, SSLCയിൽ ഫുൾ A+,
ഗ്രേഡോടുകൂടി പാസ്സായി അഭിയെ അടുത്തത് ലിയോ ഡെന്ന ജോസഫ്, നമ്മുടെ ക്രോച്ചാൻ്റെ മോളാണ്. +2 നല്ല സ്കോറോടുകൂടി പാസ്സായി. അടുത്തത് ഷിൻഡോ ഷാജി, നമ്മുടെ ട്രഷറുടെ ഷാജിയുടെ മോനാണ്. SSLCയിൽ നല്ല സ്കോറോടുകൂടി പാസ്സായി. അടുത്തത് ജോഹാൻ ജോസ്റ്റി, +2 96% അദ്ദേഹം പാസ്സായി. അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചത് ഓരോ പ്രോഗ്രാം അവതരിപ്പിച്ച ഗസ്റ്റിനെ ഫ്ലാഗ് സെലിബ്രേഷൻ നടത്തിയ ലിയോ ഡെന്ന ജോസഫിന് ഒരു ഉപകാരം നൽകുന്നു. ഗാനം ആലപിച്ച ലിയോ ക്രിസ്റ്റീന ജൂബി. ആങ്കറിംഗ് നടത്തിയ സാന്ദ്ര ഷാജി. ഫ്ലാഗ് സെലിബ്രേഷൻ നടത്തിയ ഡെന്ന ജേക്കബ്. ഞാനത് പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്. നമുക്ക് സ്പോൺസർ ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും കൂടി ഒന്ന് നന്ദിയോടുകൂടി സ്മരിക്കുക. നമ്മുടെ അലോഷി സാറാണ് ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ജോഷി കുളവട്ടം. അപ്പോൾ അവരെ എൻ്റെ പ്രത്യേകമായുള്ളൊരു നന്ദി ജോസഫ് അറിയിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആണ് എടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് എടുക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു നല്ല കുഞ്ഞു കൊച്ചിങ്ങോട്ട് പോകാം. ഇത് സെക്കൻഡ് പ്രൈസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. TC ജയിക്കും. എല്ലാവരും ഒന്ന് കൈ അടിക്കേ. നമ്മുടെ ലയൻ സണ്ണയുടെ പ്രിയതമയാണ് ഈ പ്രാജക്റ്റിന് അടുത്തത് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണിച്ചിരുന്ന ഏറ്റവും നല്ല സമ്മാനം ഫസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ അതിന് ആരാണ് അർഹയായിരിക്കുന്നത് അല്ല അർഹനായിരിക്കുന്നത് നമുക്ക് നോക്കാം. അത് അതിൻ്റെ നറുക്കെടുക്കുന്നതിനായിട്ട് നമുക്ക് വീണ്ടും ഒരു കുഞ്ഞു കുട്ടിയെ കൂടി ആവശ്യമുണ്ട്. ഹെന്ന ജേക്കബ്. ഹെന്ന ഒരു ഭാഗ്യമായി പോയത്. ഒരു വീട്ടിലേക്ക് തന്നെയാണ് ഭാഗ്യങ്ങൾ ഒഴുകി ചെല്ലുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഒഴിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഇൻസ്പിറേഷൻ പ്രോഗ്രാമും നമ്മളെ സംബന്ധിക്കുന്ന നിലവിളക്ക് നിന്ന് നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട ലേണേഴ്സ് ബീന വേണുഗോപാൽ, നമ്മുടെ ലൈൻ വേണുഗോപാൽ സാറിൻ്റെ ഗീതമയാണ്. വളരെ സ്നേഹപൂർവ്വം അവർക്ക് ഉപകാരം നൽകി നമ്മളെ ആദരിക്കേണ്ട ഈ വിളക്ക് ഇതുപോലെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുന്നത് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല, നമുക്ക് തന്നുവിടുന്നുണ്ട്. പ്രത്യേകമായി അവർക്ക് ഉപകാരം നൽകി. കഴിഞ്ഞ പ്രാവശ്യത്തെ PSCയിൽ വർക്ക് ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ ജോബി, സെക്രട്ടറി NS വേണുഗോപാൽ, ട്രഷറർ ഷാജിക്ക് ഉപഹാരം നൽകുന്നതിനായി നിയുക്ത പ്രസിഡന്റിനെ അല്ലെങ്കിൽ വിജയെ ക്ഷണിച്ചു കൊടുക്കും. ഈ വൈകിയ വേളയിൽ സുദീർഘമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പ്രോജക്റ്റിനെ പറ്റി ഒന്നും സംസാരിക്കാൻ സമയമില്ല. എങ്കിലും എന്റെ നിശ്ചിതമായിരിക്കുന്ന ഒരു കടമ എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ യോഗാധ്യക്ഷനായിട്ട് നിയുക്ത പ്രസിഡന്റ് ശ്രീ TL ജോസഫ്, അദ്ദേഹത്തിന്റെ വളരെ നർമ്മരസകരമായ രീതിയിലാണ് നമ്മോട് ഈ നിയുക്ത പ്രസിഡന്റ് ആയപ്പോൾ തന്നെ സംസാരിച്ചത്. ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നർമ്മരസകരമായിട്ട് തന്നെ ഈ നമ്മുടെ ലയൺസ് ക്ലബ് മുമ്പോട്ട് പോകട്ടെ. അദ്ദേഹത്തിന് നല്ല നല്ല പ്രവർത്തനങ്ങൾ ആശയപരമായി മാതാനം ലയൺസ് ക്ലബിനെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ ആദ്യവും ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിലേക്ക് നന്ദി രേഖപ്പെടുത്തും. അടുത്തതായി നമ്മുടെ DG NGF ലയൺ ഡോക്ടർ CP ജയകുമാറാണ്. എനിക്കറിയാം ഈ ലയൺസിന്റെ ആദ്യം തുടക്കം മുതലേ ഞാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ലയൺസിനോട് ഒരു പ്രത്യേക താല്പര്യം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ലയൺസ് മെമ്പർമാർക്കും ഈ ലയൺസിലെ കുടുംബങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്.
അദ്ദേഹത്തിന്റെ നല്ല നല്ല ആശയങ്ങളും നിർലോഭമായ സഹകരണവും സ്നേഹവും അദ്ദേഹം ഒത്തിരി നമ്മുടെ മാമാനം ലയൺസ് ക്ലബിൽ തന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അധ്യക്ഷപ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലബ്ബാണിത്. ആ ക്ലബിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് ഒത്തിരി ഉപകാരമായിട്ടുണ്ട്. അദ്ദേഹത്തിനും നമ്മുടെ ലയൺസ് ക്ലബിന്റെ കുടുംബങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രസിഡന്റ് ജൂബിയാണ്. ജൂബിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2 വർഷക്കാലം അല്ലെന്നാണ് പറയുന്നത്. എന്തായാലും 2 വർഷക്കാലം ഡയൻസിയായി അമേരിക്കയ്ക്ക് പോകുന്നതിന് ശേഷം ഉണ്ടായ സമയം തൊട്ട് ജൂബി ഈ ലയൺസ് ക്ലബിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയി അതിനുള്ള ഏറ്റവും മുൻതൂക്കം കൊടുത്ത് ചാരിറ്റിയും മറ്റുള്ള പ്രോജക്ട് വർക്കുകളെല്ലാം ചെയ്തു വളരെ നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ ഈ നമ്മുടെ PST മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് ജൂബിക്ക് ഒരുപാട് ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ യോഗത്തിലേക്കുള്ള ഞങ്ങളുടെ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി കഴിഞ്ഞ വർഷം നമ്മുടെ സെക്രട്ടറി ആയിട്ടിരുന്ന NS വേണുഗോപാൽ ട്രഷറായിട്ട് ഇപ്പോഴും ട്രഷറായിട്ട് ഷാജിയിരിക്കുന്നുണ്ട്. ഇവർക്ക് 2 പേർക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നയിച്ചുകൊണ്ട് പോയവരാണ് ഇവർ 2 പേരും. NS വേണുഗോപാലും ഷാജി വളരെ ശക്തമായ രീതിയിലുള്ള ജൂബിക്ക് സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് ശക്തമായ രീതിയിൽ ഈ PST മുമ്പോട്ട് നയിച്ചിട്ടുണ്ട്. അവർക്കും ഈ യോഗത്തിന്റെ പേരിലും ലയൺസ് ക്ലബിന്റെ കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയണം, മാമാനം ലയൺസ് ക്ലബിന്റെ ഇതിൽ തുടക്ക ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ കാലിത്താസിലെ PST ട്രഷറൊക്കെ ബിജു മലക്കിടക്കാണ്. അദ്ദേഹം കൂടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനും ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡാനിസ് ജോർജിനും പ്രത്യേകം ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വർഷവും വിളക്കുകളൊക്കെ തന്ന് ഇത്രയും ഭംഗിയായിട്ട് ഈ വിളക്കൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടെ കൊണ്ടുതരികയും എല്ലാ വർഷവും അത് തേച്ച് മഴുകി, എനിക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര വർക്കായിരുന്നു. ഇതെല്ലാം തേച്ച് കഴുകി മെഴുകി നമുക്ക് ഇവിടെ കൊണ്ടുതന്ന് നമ്മളെ വളരെ നമ്മുടെ ഈ ഉദ്ഘാടന മഹാമുഖം തന്നെ വളരെ മനോഹരമാക്കി തീർത്ത നമുക്ക് വിളക്ക് തന്നെ സഹായിച്ച വീണ വേണുഗോപാലിനും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെയേറെ തിരക്കുള്ള മൂന്നാളുകളാണ് നമ്മൾ ക്ഷണിച്ചിരുന്നത്. സുധാകർ സാർ എനിക്കറിയാം ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. ലക്കി കുടികുമാർ, ജോർജ് ജോസഫ് പാണപ്പള്ളിയിലെ ഇവർ 3 പേരും ഇത്തരം തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇത്രയും നേരം വളരെ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് 3 പേർക്കും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ദാസ് കുന്നേരനും CP പ്രസിഡന്റിനും സ്മൃതി ബിനുവിനും ഞങ്ങളെ ഈ യോഗത്തിന്റെ ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുള്ള നിശ്ചയമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ലയൺസ് ക്ലബിന് എല്ലാ ലയൺസ് ക്ലബിന്റെ എല്ലാ പരിപാടികൾക്കും വളരെ സജീവമായിട്ട് ഈ യോഗത്തിൽ നമ്മുടെ സംഘടനയൊക്കെ വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ലയൺസ് ക്ലബിന്റെ സ്പന്ദനങ്ങളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ വ്യക്തിപരമായ പേരിലും നിയുക്ത സെക്രട്ടറിയുടെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ക്ലബിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി വേണ്ട നേതൃത്വം നൽകി ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാർഗദർശനം നൽകിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ MJ ലയൺ ഡോക്ടർ CP ജയകുമാർ, അദ്ദേഹത്തെ പ്രത്യേകം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ മാതാനം ലയൺസ് ക്ലബിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഉപകാരം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി